1/9/24. പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ. റിവൈസ് 25/11/2001 മധുബൻ. ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ എടുക്കൂ. കാരണത്തിന്റെ നിവാരണം ഉണ്ടാക്കി സമസ്യകളെ പരിഹരിക്കൂ. ഇന്ന് സ്നേഹത്തിന്റെ സാഗരമായ ബാബ്ദാദ തന്റെ സ്നേഹസ്വരൂപമായ കുട്ടികളുടെ സ്നേഹത്തിന്റെ ചരടിൽ വലിക്കപ്പെട്ട് കൂടിക്കാഴ്ച ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. കുട്ടികൾ വിളിച്ചു, പ്രഭു ഹാജരായി. അവ്യക്ത കൂടിക്കാഴ്ച സദാ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിരുന്നാലും സാകാരത്തിലേക്ക് വിളിച്ചു. അപ്പോൾ ബാബ്ദാദ കുട്ടികളുടെ വിശാല മേളയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ സ്നേഹം കണ്ട് സന്തോഷമുണ്ടാകുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും 4 ഭാഗത്തുമുള്ള കുട്ടികളെക്കുറിച്ച് ഈ ഗീതം പാടുന്നു. ആഹാ, ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ കുട്ടികളെ, ആഹാ! ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമായ ആത്മാക്കളെ, ആഹാ! ഇത്രയും വലിയ ഭാഗ്യം ഇത്രയും സാധാരണ രൂപത്തിൽ സഹജമായി പ്രാപ്തമാകുന്നുണ്ട്. അത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് സാകാര രൂപത്തിൽ ഭാഗ്യത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കാണുന്നുണ്ട്. ദൂരെ ഇരുന്നുകൊണ്ടും കുട്ടികൾ കൂടിക്കാഴ്ചയുടെ മേള ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ അവരെ കണ്ട് കൂടിക്കാഴ്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. മെജോറിറ്റിയായ മാതാക്കൾക്ക് ഗോൾഡൻ ചാൻസ് ലഭിച്ചിരിക്കുന്നു. ബാബ്ദാദയ്ക്കും വിശേഷിച്ച് ശക്തിസേനയെ കണ്ട് സന്തോഷമുണ്ടാകുന്നു. 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന മാതാക്കൾ ബാബയിലൂടെ വിശ്വമംഗളകാരിയായി വിശ്വത്തിന്റെ രാജ്യാധികാരിയായി കഴിഞ്ഞു. ആയിക്കഴിഞ്ഞുവോ അതോ ആയിക്കൊണ്ടിരിക്കുകയാണോ? എന്തു പറയും? ആയിക്കഴിഞ്ഞുവല്ലോ. വിശ്വത്തിന്റെ രാജ്യത്തിന്റെ വെണ്ണയുടെ ഉരുള നിങ്ങളേവരുടെയും കയ്യിലുണ്ടല്ലോ. ബാബ്ദാദ ഇത് കണ്ടു. ഏതെല്ലാം മാതാക്കൾ മധുബനിൽ എത്തിച്ചേർന്നിരിക്കുന്നുവോ അവർക്ക് ഒരു കാര്യത്തിന്റെ വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു സന്തോഷമാണ് ഉള്ളത്? ബാബ്ദാദ മാതാക്കളായ നമ്മളെ വിശേഷിച്ച് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ മാതാക്കളോട് വിശേഷിച്ച് സ്നേഹമുണ്ടല്ലോ. ലഹരിയോടെ പറയുകയാണ്, ബാബ്ദാദ വിളിച്ചു, നമ്മളെ വിളിച്ചിരിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ട് വരില്ല? ബാബ്ദാദയും എല്ലാവരുടെയും ആത്മീയ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷത്തിന്റെ ലഹരി കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലും പാണ്ഡവരും കുറവല്ല. പാണ്ഡവരില്ലാതെ വിശ്വത്തിന്റെ കാര്യത്തിന്റെ സമാപ്തി ഉണ്ടാവുക സാധ്യമല്ല. എന്നാൽ ഇന്ന് വിശേഷിച്ച് മാതാക്കളെ പാണ്ഡവരും മുന്നിൽ വച്ചിരിക്കുകയാണ്. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും വളരെ സഹജമായ പുരുഷാർത്ഥത്തിനുള്ള വീതി കേൾപ്പിക്കുകയാണ്. മാതാക്കൾക്ക് സഹജമായത് വേണമല്ലോ. അപ്പോൾ ബാബ്ദാദ എല്ലാ മാതാക്കളായ കുട്ടികളോടും പറയുന്നു, ഏറ്റവും സഹജമായ പുരുഷാർത്ഥത്തിന്റെ ഉപാധിയാണ് നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും ഓരോ ആത്മാവിനും ഹൃദയപൂർവം ശുഭഭാവനയുടെ ആശീർവാദങ്ങൾ നൽകൂ. മറ്റുള്ളവരിൽ നിന്നും ആശീർവാദങ്ങൾ നേടൂ. താങ്കൾക്ക് ആര് എന്തു തന്നെ നൽകിയാലും, ശാപം നൽകിയാലും, താങ്കൾ ആ ശാപത്തെയും തന്റെ ശുഭഭാവനയുടെ ശക്തിയാൽ ആശീർവാദത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. താങ്കളിലൂടെ ഓരോ ആത്മാവിനും ആശീർവാദം അനുഭവപ്പെടട്ടെ. ആ സമയത്ത് ഇങ്ങനെ അനുഭവിക്കൂ. ആരാണോ ശാപവാക്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ വികാരത്തിന് വശംവദരാണ്. വശപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ പ്രതി അഥവാ പരവശ ആത്മാവിനെ പ്രതി ഒരിക്കലും ശാപം പുറപ്പെടുകയില്ല. അവരെ പ്രതി സദാ സഹയോഗം നൽകുന്നതിൻ്റെ ആശീർവാദങ്ങളാണ് പുറപ്പെടുക.
കേവലം ഒരേ ഒരു കാര്യം ഓർമ്മ വയ്ക്കൂ. നമുക്ക് നിരന്തരം ഒരേ ഒരു കാര്യം ചെയ്യണം. സങ്കല്പത്തിലൂടെ, വാക്കിലൂടെ, കർമ്മത്തിലൂടെ, സംബന്ധ സമ്പർക്കത്തിലൂടെ ആശീർവാദം നൽകണം, ആശീർവാദം നേടണം. അഥവാ ഏതെങ്കിലും ആത്മാവിനെ പ്രതി ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പമോ നെഗറ്റീവ് സങ്കല്പമോ വന്നാൽ പോലും ഇത് ഓർമ്മ വയ്ക്കൂ. എൻ്റെ കർത്തവ്യം എന്താണ്? എവിടെയെങ്കിലും തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. തീ അണയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർ തീ കാണുമ്പോൾ ജലം ഒഴിക്കുക എന്ന തൻ്റെ കർത്തവ്യം മറക്കുന്നില്ല. അവർക്ക് ഈ ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ജലം ഒഴിക്കുന്നവരാണ്, തീ അണയ്ക്കുന്നവരാണ്. അതേപോലെ അഥവാ ആരെങ്കിലും ഏതെങ്കിലും വികാരത്തിൻ്റെ അഗ്നിക്ക് വശപ്പെട്ട് ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ അത് താങ്കൾക്ക് നല്ലതായി തോന്നുന്നില്ല എങ്കിൽ താങ്കൾ തൻ്റെ കർത്തവ്യത്തെ ഓർമ്മിക്കൂ. എൻ്റെ കർത്തവ്യം ഏതെങ്കിലും പ്രകാരത്തിലുള്ള അഗ്നി അണയ്ക്കുന്നതിൻ്റേതാണ്, ആശീർവാദങ്ങൾ നൽകുന്നതിൻ്റേതാണ്. ഭാവനയുടെ സഹയോഗം നൽകുന്നവരാണ്. കേവലം ഒരു വാക്ക് ഓർമ്മ വയ്ക്കൂ. മാതാക്കൾക്ക് സഹജമായ ഒരു വാക്ക് ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. ആശീർവാദങ്ങൾ നൽകണം, ആശീർവാദം നേടണം. മാതാക്കൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുമോ? എല്ലാ മാതാക്കളും കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ചെയ്യാൻ സാധിക്കും എന്നാണോ അതോ ചെയ്യുക തന്നെ വേണം എന്നാണോ? പാണ്ഡവർക്ക് ചെയ്യാൻ സാധിക്കുമോ? പാണ്ഡവർ പറയുന്നു ചെയ്യുക തന്നെ വേണം. പാണ്ഡവർ എന്നാൽ അർത്ഥം സദാ വിജയി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ശക്തികൾ സദാ വിശ്വമംഗളകാരി എന്ന പേരിൽ പ്രസിദ്ധമാണ്. ബാബ്ദാദിക്ക് 4 ഭാഗത്തുമുള്ള കുട്ടികളിൽ ഇപ്പോൾ വരെയും ഒരു ആശ അവശേഷിക്കുകയാണ്. അത് ഏത് ആശയാണ് എന്ന് പറയട്ടെ? അറിഞ്ഞു കഴിഞ്ഞു. ടീച്ചേഴ്സ് അറിഞ്ഞു കഴിഞ്ഞുവല്ലോ. എല്ലാ കുട്ടികളും യഥാശക്തി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ പുരുഷാർത്ഥം കണ്ട് പുഞ്ചിരിക്കുന്നു. എന്നാൽ ഒരു ആശ ഇതാണ്: പുരുഷാർത്ഥത്തിൽ ഇപ്പോൾ തീവ്രഗതി ആവശ്യമാണ്. പുരുഷാർത്ഥമുണ്ട്, എന്നാൽ ഇപ്പോൾ തീവ്രഗതി വേണം. ഇതിൻ്റെ വിധിയാണ് കാരണം എന്ന വാക്ക് സമാപ്തമാകണം. സദാ നിവാരണ സ്വരൂപമായി മാറണം. കാരണം സമയമനുസരിച്ച് ഉണ്ടാവുക തന്നെ ചെയ്യുന്നു, ഉണ്ടായിക്കൊണ്ടുമിരിക്കും. എന്നാൽ താങ്കൾ ഏവരും നിവാരണ സ്വരൂപമാകൂ. കാരണം നിങ്ങൾ എല്ലാ കുട്ടികൾക്കും വിശ്വത്തിൻ്റെ നിവാരണം നടത്തി എല്ലാവരെയും, മെജോറിറ്റി ആത്മാക്കളെയും നിർവാണധാമത്തിലേക്ക് അയക്കേണ്ടതുണ്ട്. എപ്പോഴാണോ സ്വയം തന്നെ നിവാരണ സ്വരൂപം ആക്കുന്നത്, അപ്പോൾ നിവാരണ സ്വരൂപത്തിലൂടെ എല്ലാ സമസ്യകളുടെയും നിവാരണമുണ്ടാക്കി വിശ്വത്തിലെ ആത്മാക്കളെ നിർവാണധാമത്തിലേക്ക് അയക്കാൻ സാധിക്കും. ഇപ്പോൾ വിശ്വത്തിലെ ആത്മാക്കൾ മുക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ ബാബയിലൂടെ മുക്തിയുടെ സമ്പത്ത് നേടിക്കൊടുക്കുന്നതിന് നിമിത്തം താങ്കളാണ്. അപ്പോൾ നിമിത്ത ആത്മാക്കൾ ആദ്യം സ്വയം തന്നെ ഭിന്ന ഭിന്ന സമസ്യകളുടെ കാരണത്തിൻ്റെ നിവാരണം ചെയ്ത് മുക്തമാക്കണം. അപ്പോൾ വിശ്വത്തിന് മുക്തിയുടെ സമ്പത്ത് നേടിക്കൊടുക്കാൻ സാധിക്കും. മുക്തമാണോ? ഏതെങ്കിലും പ്രകാരത്തിലുള്ള സമസ്യയുടെ കാരണം മുന്നിൽ വരരുത്. ഈ കാരണമുണ്ട്, ഈ കാരണമുണ്ട്, ഈ കാരണമുണ്ട് എന്നെല്ലാം. എപ്പോഴാണോ ഏതെങ്കിലും കാരണം മുന്നിൽ രൂപപ്പെടുന്നത്, അപ്പോൾ സെക്കൻഡിൽ കാരണത്തിൻ്റെ നിവാരണം ചിന്തിക്കൂ. ഇത് ചിന്തിക്കൂ: വിശ്വത്തിൻ്റെ നിവാരണം നടത്തുന്നവരാണ് എന്നിരിക്കെ സ്വയം തൻ്റെ ചെറിയ ചെറിയ സമസ്യകൾക്ക് സ്വയം നിവാരണം ചെയ്യാൻ സാധിക്കില്ലേ? സാധിക്കില്ലേ? ഇപ്പോഴാണെങ്കിൽ ആത്മാക്കളുടെ ക്യൂ താങ്കളുടെ മുന്നിൽ വരും. ഹേ മുക്തിദാതാവേ, മുക്തി നൽകൂ. കാരണം മുക്തിദാതാവിൻ്റെ ഡയറക്റ്റ് കുട്ടികളാണ്, അധികാരികളായ കുട്ടികളാണ്. മാസ്റ്റർ മുക്തിദാതാവാണല്ലോ. എന്നാൽ ക്യൂവിന് മുന്നിൽ
മാസ്റ്റർ മുക്തിദാതാക്കളായ ആത്മാക്കളുടെ ഭാഗത്തു നിന്നും ഒരു തടസ്സത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. ക്യൂ തയ്യാറാണ്. എന്നാൽ ഏതൊരു വാതിലാണ് അടഞ്ഞിരിക്കുന്നത്? പുരുഷാർത്ഥത്തിൽ ദുർബല പുരുഷാർത്ഥത്തിൻ്റെ ഒരു വാക്കാകുന്ന വാതിലാണ്. അതാണ് എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുകൊണ്ട്? ഇതെന്തുകൊണ്ട് എന്ന വാക്ക് ഇപ്പോൾ ക്യൂവിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല. അതിനാൽ ബാബ്ദാദ ഇപ്പോൾ ദേശവിദേശങ്ങളിലെ എല്ലാ കുട്ടികൾക്കും ഈ സ്മൃതി വരുത്തുകയാണ്. താങ്കൾ സമസ്യകളുടെ വാതിലായ എന്തുകൊണ്ട് എന്നതിനെ സമാപ്തമാക്കൂ. ചെയ്യാൻ സാധിക്കുമോ? ടീച്ചേഴ്സിന് ചെയ്യാൻ സാധിക്കുമോ? പാണ്ഡവർക്ക് ചെയ്യുവാൻ സാധിക്കുമോ? എല്ലാവരും കൈ ഉയർത്തുകയാണോ? അതോ ചിലർ മാത്രമാണോ? ഫോറിനേഴ്സ് എവർ റെഡിയാണല്ലോ. അതേ എന്നോ അല്ലെന്നോ? അഥവാ അതേ എന്നാണെങ്കിൽ കൈ നേരെ ഉയർത്തൂ. ചിലർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സേവാ കേന്ദ്രത്തിലും സമസ്യയുടെ പേരോ അടയാളമോ ഉണ്ടാകരുത്. ഇങ്ങനെ സാധ്യമാണോ? ഓരോരുത്തരും വിചാരിക്കണം, എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ടീച്ചേഴ്സ് വിചാരിക്കണം, എനിക്ക് ചെയ്യണം. സ്റ്റുഡൻറ് മനസ്സിലാക്കണം, എനിക്ക് ചെയ്യണം. പ്രവൃത്തിയിലുള്ളവർ മനസ്സിലാക്കണം, എനിക്ക് ചെയ്യണം. മധുബനിലുള്ളവർ മനസ്സിലാക്കണം, നമുക്ക് ചെയ്യണം. ചെയ്യാൻ സാധിക്കുമല്ലോ. സമസ്യ എന്ന വാക്ക് തന്നെ സമാപ്തമാകട്ടെ. കാരണം ഇല്ലാതായി നിവാരണം വരട്ടെ. ഇത് സാധ്യമാണോ? എന്തുകൊണ്ട് സാധ്യമല്ല? ആദ്യം സ്ഥാപനയുടെ സമയത്ത് വന്നു ചേർന്ന എല്ലാ കുട്ടികളും എന്താണ് പ്രോമിസ് ചെയ്തിരുന്നത്? ചെയ്തു കാണിച്ചത്? അസംഭവ്യത്തെ സംഭവ്യമാക്കി കാണിച്ചില്ലേ? ഇപ്പോൾ എത്ര വർഷമായിരിക്കുകയാണ്? സ്ഥാപനം ഉണ്ടായിട്ട് എത്ര വർഷമായി? മുന്നിലുള്ളവർ പറഞ്ഞു 65. അപ്പോൾ ഇത്രയും വർഷങ്ങളായിരിക്കവേ അസംഭവ്യത്തിൽ നിന്നും സംഭവ്യം ആവുക സാധ്യമല്ലേ? സാധ്യമാണോ? മുഖ്യ ടീച്ചേഴ്സ് കൈ ഉയർത്തൂ. പഞ്ചാബ് ഉയർത്തുന്നില്ല. സംശയമുണ്ടോ? അല്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കരുത്, ചെയ്യുക തന്നെ വേണം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കരുത്. ഓരോരുത്തരും സ്വയം തന്നെക്കുറിച്ച് ചിന്തിക്കൂ. തന്നെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവരെ വിട്ടേക്കൂ. തന്നെക്കുറിച്ച് ചിന്തിച്ച് തനിക്ക് വേണ്ടി ധൈര്യം വയ്ക്കാൻ സാധിക്കുമല്ലോ. അതോ ഇല്ലേ? ഫോറിനേഴ്സിന് വയ്ക്കാൻ സാധിക്കുമോ? അവർ കൈ ഉയർത്തി. ആശംസകൾ. ശരി, ഇപ്പോൾ ആരാണോ ഇങ്ങനെ മനസ്സിലാക്കുന്നത് അവർ ഹൃദയപൂർവ്വം കൈ ഉയർത്തണം. കാണിക്കാൻ വേണ്ടിയല്ല. എല്ലാവരും ഉയർത്തുകയാണ്, അപ്പോൾ ഞാനും ഉയർത്താം എന്നത് പാടില്ല. അഥവാ ഹൃദയപൂർവ്വം ദൃഢസങ്കല്പം എടുക്കുകയാണെങ്കിൽ, അതായത് കാരണത്തെ സമാപ്തമാക്കി നിവാരണ സ്വരൂപം ആവുക തന്നെ വേണം. എന്തു തന്നെ സംഭവിച്ചാലും, സഹിക്കേണ്ടി വന്നാലും, മായയെ നേരിടേണ്ടി വന്നാലും, അന്യോന്യം സംബന്ധ സമ്പർക്കത്തിൽ സഹിക്കേണ്ടി വന്നാലും ഞാൻ സമസ്യ ആകുവാൻ പാടില്ല. സാധ്യമാണോ? അഥവാ ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ അവർ പിന്നിൽ നിന്നും മുന്നിലുള്ളവർ വരെ കൈ ഉയർത്തു. ബാബ്ദാദ എല്ലാവരെ കൊണ്ടും കൈ ഉയർത്തിച്ചു. മുഴുവൻ ദൃശ്യവും ടിവിയിൽ കണ്ടു. നല്ലതാണ്. എക്സസൈസ് ആയി. കൈ ഉയർത്തിച്ചത് ഇതിനാലാണ്. അതായത് ഏതുപോലെ ഇപ്പോൾ അന്യോന്യം കണ്ടുകൊണ്ട് കൈ ഉയർത്തുന്നതിൽ ഉത്സാഹം വരുന്നുവല്ലോ, അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമസ്യ വരികയാണെങ്കിൽ മുന്നിൽ ബാബ്ദാദയെ കാണണം. ഹൃദയം കൊണ്ട് ബാബ എന്ന് പറയണം. ബാബ ഹാജരാവുകയും ചെയ്യും, സമസ്യ ഇല്ലാതാവുകയും ചെയ്യും. സമസ്യ മുന്നിൽ നിന്നും മാറിപ്പോകും. ബാബ്ദാദ മുന്നിൽ ഹാജരാവുകയും ചെയ്യും. മാസ്റ്റർ സർവശക്തിവാൻ എന്ന തൻ്റെ ഈ ടൈറ്റിൽ ഓരോ സമയവും ഓർമ്മ വയ്ക്കൂ. ഇല്ലെങ്കിൽ പിന്നെ ബാബ്ദാദ ഇപ്പോൾ സ്നേഹസ്മരണങ്ങൾ പറയുമ്പോൾ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയാതെ സർവശക്തിവാൻ എന്ന് പറയട്ടെ.
ശക്തിവാന്മാരായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ എന്നത് നല്ലതായി തോന്നുന്നു. മാസ്റ്റർ സർവശക്തിവാനാണ്. മാസ്റ്റർ സർവശക്തിവാന് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? കേവലം തൻ്റെ ടൈറ്റിലും കർത്തവ്യവും ഓർമ്മ വയ്ക്കൂ. ടൈറ്റിലാണ് മാസ്റ്റർ സർവശക്തിവാൻ, കർത്തവ്യമാണ് വിശ്വമംഗളകാരി. അപ്പോൾ സദാ തൻ്റെ ടൈറ്റിലും കർത്തവ്യവും ഓർമ്മ വയ്ക്കുന്നതിലൂടെ ശക്തികൾ എമർജാകും. മാസ്റ്റർ ആകൂ, ശക്തികളുടെയും മാസ്റ്റർ ആകൂ. ഓർഡർ ചെയ്യൂ. ഓരോ ശക്തിയെയും വേണ്ട സമയത്ത് ഓർഡർ ചെയ്യൂ. പൊതുവെ ശക്തികൾ ധാരണ ചെയ്യുന്നുമുണ്ട്, ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വേണ്ട സമയത്ത് യൂസ് ചെയ്യാൻ അറിയില്ല എന്ന കുറവ് ഉണ്ടായി പോകുന്നു. സമയം കടന്നു പോയതിനു ശേഷം ഓർമ്മ വരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. ഇപ്പോൾ അഭ്യസിക്കൂ. ഏതെല്ലാം ശക്തികൾ ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടോ അതിനെ വേണ്ട സമയത്ത് യൂസ് ചെയ്യൂ. ഏതുപോലെ ഈ കർമ്മേന്ദ്രിയങ്ങളെ ഓർഡറിലൂടെ നടത്തിക്കുന്നുവല്ലോ, കൈയും പാദവും ചലിപ്പിക്കുന്നുവല്ലോ, അതേപോലെ ഓരോ ശക്തിയെയും ഓർഡറിലൂടെ നടത്തിക്കൂ. കാര്യത്തിൽ വിനിയോഗിക്കൂ. ഉൾക്കൊണ്ട് വച്ചിരിക്കുകയാണ്, കാര്യത്തിൽ വിനിയോഗിക്കുന്നത് കുറവാണ്. വേണ്ട സമയത്ത് കാര്യത്തിൽ വിനിയോഗിക്കുന്നതിലൂടെ ശക്തികൾ അതിൻ്റെ കാര്യം തീർച്ചയായും ചെയ്യും. പിന്നെ സന്തോഷമായിരിക്കൂ. ഇടയ്ക്കിടയ്ക്ക് ചില കുട്ടികളുടെ മുഖം വളരെ ചിന്തയിലും ആലോചനയിലും അല്പം കൂടുതൽ ഗൗരവമുള്ളതായി കാണപ്പെടുന്നു. സന്തോഷമായിരിക്കൂ. നൃത്തമാടൂ, പാടൂ. താങ്കളുടെ ബ്രാഹ്മണ ജീവിതം തന്നെ സന്തോഷത്തിൽ നൃത്തമാടുന്നതിൻ്റെയും തൻ്റെ ഭാഗ്യത്തിൻ്റെയും ഭഗവാന്റെയും ഗീതം പാടുന്നതിൻ്റേതുമാണ്. ആരാണോ നൃത്തമാടുന്നവർ, പാട്ടുപാടുന്നവർ, അവർ ഇങ്ങനെ ഗൗരവത്തോടെ നൃത്തമാടുകയാണെങ്കിൽ നൃത്തമാടാൻ അറിയില്ല എന്ന് പറയും. ഗൗരവം നല്ലത് തന്നെ, എന്നാൽ ടൂ മച്ച് ഗൗരവം ഒരൽപ്പം ചിന്തയുടെയും ആലോചനയുടേതും ആയി തോന്നും. ഡൽഹിയിൽ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ്ദാദ ഇപ്പോൾ കേട്ടു. മുന്നിലുള്ളവർ പറഞ്ഞു, ഡിസംബർ 9, 2001 ഡൽഹി ഗുഡ്ഗാവിൽ ഓം ശാന്തി റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനമാണ്. എന്നാൽ ബാബ്ദാദ ഇപ്പോൾ ഏതൊരു ഉദ്ഘാടനം കാണുവാൻ ആഗ്രഹിക്കുന്നു? ആ ഡേറ്റ് ഫിക്സ് ചെയ്യൂ. ഈ ചെറുതും വലുതുമായ ഉദ്ഘാടനങ്ങൾ നടക്കുക തന്നെ ചെയ്യും. എന്നാൽ ബാബ്ദാദ ആഗ്രഹിക്കുന്ന ഉദ്ഘാടനം ഇതാണ്: എല്ലാവരും വിശ്വത്തിൻ്റെ സ്റ്റേജിൽ ബാബയ്ക്ക് സമാനം സാക്ഷാൽ ഫരിഷ്തയായി മുന്നിൽ വരണം, തിരശീല തുറക്കുകയും വേണം. ഇങ്ങനെയുള്ള ഉദ്ഘാടനം നിങ്ങൾക്കേവർക്കും നല്ലതായി തോന്നുന്നുണ്ടല്ലോ. ആത്മീയ സംഭാഷണത്തിനിടയിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാബയും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബയെ പ്രത്യക്ഷമാക്കും എന്നതാണ് ഇച്ഛ. ബാബയുടെ ഇച്ഛയാണ് ആദ്യം കുട്ടികൾ പ്രത്യക്ഷമാകട്ടെ. ബാബ കുട്ടികളോടൊപ്പം പ്രത്യക്ഷമാകും, ഒറ്റയ്ക്ക് ആവുകയില്ല. ബാബ്ദാദ ആ ഉദ്ഘാടനം കാണാൻ ആഗ്രഹിക്കുന്നു. നല്ല ഉന്മേഷവുമുണ്ട്. എപ്പോഴാണോ ആത്മീയ സംഭാഷണം നടത്തുന്നത്, അപ്പോൾ ആത്മീയ സംഭാഷണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും വളരെ നല്ല ഉന്മേഷമുണ്ട്. എന്നാൽ എപ്പോഴാണോ കർമ്മയോഗിയാകുന്നത്, അപ്പോൾ അല്പം വ്യത്യാസം വന്നു പോകുന്നു. അപ്പോൾ മാതാക്കൾ എന്തു ചെയ്യും? മാതാക്കളുടെ വലിയ കൂട്ടമാണ്. മാതാക്കളെ കണ്ട് ബാബ്ദാദയ്ക്ക് വളരെ സന്തോഷവുമുണ്ടാകുന്നു. ആരും മാതാക്കളെ ഇത്രയും മുന്നിൽ കൊണ്ടുവന്നില്ല. എന്നാൽ ബാബ്ദാദ മാതാക്കൾ മുന്നേറുന്നത് കണ്ട് സന്തോഷിക്കുന്നു. മാതാക്കൾക്ക് വിശേഷിച്ച് ഈ ഒരു സങ്കല്പമുണ്ട്: എന്താണോ ആരും ചെയ്തു കാണിക്കാത്തത്, അത് നമ്മൾ മാതാക്കൾ ബാബയോടൊപ്പം ചെയ്തു കാണിക്കും. ചെയ്തു കാണിക്കുമോ? ഇപ്പോൾ ഒരു കൈ കൊണ്ട് കൈയടിക്കൂ. മാതാക്കൾക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. മാതാക്കളിൽ നല്ല ഉന്മേഷമുണ്ട്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ ബാബയുടേതാണ്, ബാബ എൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇത് മനസ്സിലാക്കിയല്ലോ.
എൻ്റെ ബാബ എന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇത്രമാത്രം. ഹൃദയത്തിൽ നിന്നും ഈ ഗീതം പാടിക്കൊണ്ടേയിരിക്കൂ. മേരാ ബാബ, എൻ്റെ ബാബ, എൻ്റെ ബാബ, എൻ്റെ ബാബ. ശരി, ഇപ്പോൾ 1 സെക്കൻഡ് ബാബ്ദാദ നൽകുകയാണ്. എല്ലാവരും അലേർട്ടായിരിക്കൂ. ബാബ്ദാദയോട് എല്ലാവരുടെയും സ്നേഹം 100% ആണല്ലോ. സ്നേഹം പെർസെൻറ്റേജ് അനുസരിച്ചല്ലല്ലോ, 100% ആണല്ലോ. അപ്പോൾ 100% സ്നേഹത്തിൻ്റെ റിട്ടേൺ നൽകാൻ തയ്യാറാണോ? 100% സ്നേഹമുണ്ടല്ലോ. ആർക്കാണോ ഒരല്പം കുറവുള്ളത് അവർ കൈ ഉയർത്തൂ. പിന്നീട് രക്ഷപ്പെടും. അഥവാ കുറവാണെങ്കിൽ കൈ ഉയർത്തൂ. 100% സ്നേഹമില്ലെങ്കിൽ അവർ കൈ ഉയർത്തൂ. സ്നേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 1-2 പേർ കൈ ഉയർത്തി. ശരി, സ്നേഹമില്ല. സാരമില്ല, ശരിയായിക്കൊള്ളും. എവിടെ പോകുവാനാണ്? സ്നേഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ശരി, ഇപ്പോൾ എല്ലാവരും അലർട്ടായിരിക്കുകയാണല്ലോ. ഇപ്പോൾ എല്ലാവരും സ്നേഹത്തിനുള്ള റിട്ടേണായി 1 സെക്കൻഡിൽ ബാബയുടെ മുന്നിൽ അന്തർമുഖിയായി സ്വയം തന്നോട് ഹൃദയപൂർവം ഹൃദയത്തിൽ ഇത് സങ്കൽപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ നമ്മൾ സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും സമസ്യ ആവുകയില്ല. ഈ ദൃഢസങ്കല്പം സ്നേഹത്തിൻ്റെ റിട്ടേണായി ചെയ്യാൻ സാധിക്കുമോ? എന്തും സംഭവിച്ചുകൊള്ളട്ടെ, അഥവാ എന്തുതന്നെ സംഭവിച്ചാലും സെക്കൻഡിൽ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തും എന്നാരാണോ മനസ്സിലാക്കുന്നത്, അവർ ഹൃദയത്തിൽ സങ്കല്പം ദൃഢമാക്കണം. ആർക്കാണോ ദൃഢസങ്കല്പം എടുക്കാൻ സാധിക്കുന്നത്, ബാബ്ദാദ സഹായം നൽകും. എന്നാൽ സഹായം എടുക്കുന്നതിനുള്ള വിധിയാണ് ദൃഢസങ്കല്പത്തിൻ്റെ സ്മൃതി. ബാബ്ദാദയുടെ മുന്നിൽ സങ്കല്പമെടുത്തു. ഈ സ്മൃതിയുടെ വിധി താങ്കൾക്ക് സഹയോഗം നൽകും. അപ്പോൾ ചെയ്യുവാൻ സാധിക്കുമോ? തലകുലുക്കൂ. നോക്കൂ, സങ്കല്പത്തിലൂടെ എന്താണ് സാധ്യമാകാത്തത്? ഭയപ്പെടാതിരിക്കൂ. ബാബ്ദാദയുടെ എക്സ്ട്രാ സഹായം തീർച്ചയായും ലഭിക്കും. ശരി, ഇങ്ങനെയുള്ള സർവ തീവ്ര പുരുഷാർത്ഥികളായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ബാബയുടെ സ്നേഹത്തിൻ്റെ റിട്ടേൺ നൽകുന്ന ധൈര്യശാലികളായ കുട്ടികൾക്ക് സദാ തൻ്റെ വിശേഷതകളിലൂടെ മറ്റുള്ളവരെയും വിശേഷ ആത്മാവാക്കുന്ന പുണ്യ ആത്മാക്കളായ കുട്ടികൾക്ക് സദാ സമസ്യയുടെ പരിഹാര സ്വരൂപമായി വിശേഷിച്ച് മുന്നോട്ട് പറക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ നമസ്തേ. വിടവാങ്ങുന്ന സമയത്ത് ഇന്ന് വിശേഷിച്ച് ആരാണോ മധുബനിൽ മുകളിൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ബിസിയായിരിക്കുന്നത്, അവർ ബാബ്ദാദയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. യജ്ഞത്തിൻ്റെ സുരക്ഷ ചെയ്യുന്നവരുടേത് വളരെ വലിയ ഡ്യൂട്ടിയാണ്. അപ്പോൾ സുരക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൂരെ ഇരുന്നു കൊണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശേഷിച്ച് ബാബ്ദാദ മുകളിൽ ആരാണോ സേവാർത്ഥം ഇരിക്കുന്നത്, ജ്ഞാനസരോവരത്തിലായാലും പാണ്ഡവ ഭവനിലായാലും ശാന്തിവനിലായാലും ആരെല്ലാം സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരുണ്ടോ അവർക്ക് ബാബ്ദാദ വിശേഷിച്ച് സ്നേഹസ്മരണകൾ നൽകുകയാണ്. എല്ലാവരും വളരെ നന്നായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, എല്ലാ ദേശവിദേശങ്ങളിലുമുള്ള ആരെല്ലാം ഓർമ്മകൾ അയച്ചുവോ അവർ ഇങ്ങനെ മനസ്സിലാക്കണം, നമുക്ക് വിശേഷ രൂപത്തിൽ ബാബ്ദാദ ഓർമ്മകൾ നൽകി. ശരി, വരദാനം. പഴയ സംസ്കാരങ്ങളിൽ നിന്നും ലോകത്തിലെ ബന്ധങ്ങളുടെ ആകർഷണത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഭവിക്കട്ടെ. ഫരിഷ്ത എന്നാൽ പഴയ ലോകത്തിൻ്റെ ആകർഷണത്തിൽ നിന്നും മുക്തം. സംബന്ധത്തിൻ്റെ രൂപത്തിൽ ആകർഷണം ഉണ്ടാകരുത്. തൻ്റെ ദേഹത്തിൻ്റെയോ ഏതെങ്കിലും ദേഹധാരിയായ വ്യക്തിയുടെയോ ഏതെങ്കിലും വസ്തുവിൻ്റെ നേർക്ക് ആകർഷണം ഉണ്ടാകരുത്. അതേപോലെ തന്നെ പഴയ സംസ്കാരത്തിൻ്റെ ആകർഷണത്തിൽ നിന്നും മുക്തമായിരിക്കണം. സങ്കല്പത്തിൻ്റെയോ വൃത്തിയുടെയോ വാണിയുടെയോ രൂപത്തിൽ ഒരു സംസ്കാരത്തിൻ്റെയും ആകർഷണം ഉണ്ടാകരുത്. എപ്പോഴാണോ ഇങ്ങനെ
സർവ ആകർഷണങ്ങളിൽ നിന്നും അഥവാ വ്യർത്ഥ സമയത്തിൽ നിന്നും, വ്യർത്ഥ കൂട്ടുകെട്ടിൽ നിന്നും, വ്യർത്ഥ അന്തരീക്ഷത്തിൽ നിന്നും മുക്തമാകുന്നത് അപ്പോൾ ഡബിൾ ലൈറ്റ് ഫരിഷ്ത എന്ന് പറയും. സ്ലോഗൻ: ശാന്തിയുടെ ശക്തിയിലൂടെ സർവ ആത്മാക്കളെയും പാലിക്കുന്നവർ തന്നെയാണ് ആത്മീയ സോഷ്യൽ വർക്കർ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു.
ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.